is Kasturi Primral. Welcome back to my channel Life in 30s. രാവിലെ എണീറ്റപ്പാട് തന്നെ ഞാനും മുൻപിപ്പിൻ കുറേ നേരം ഇങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ കളിക്കും. അതിനുശേഷം അവനെ താഴെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞാൻ നേരെ റൂമിൽ വന്നിട്ട് എൻ്റെ ഇങ്ങനെ അലങ്ങലപ്പെട്ട് കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കി ഇട്ടതിന് ശേഷം നേരെ ബ്രഷ് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആംഫ്ലോറിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. ഞാൻ പല്ലിൽ ബ്രേസസ് ഇട്ടേക്കുന്നുണ്ട്. നല്ല ടൂത്ത് പേസ്റ്റാണ് ബ്രേസസ് ഇട്ടേക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഫേസ് വാഷ് വെച്ച് എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഹിമാലയയുടെ അലോവേറ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഫേസ് വാഷാണ്. ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം രാവിലെ എണീറ്റ് വന്ന് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിറച്ചിങ്ങനെ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കുറേ ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പുറത്ത് നിന്നതിന് ശേഷം നേരെ അടുക്കളയിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൂരിയും ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ബേബീനെ കുളിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയായിട്ട് കുഞ്ഞു ബേബിക്ക് ഇങ്ങനെ മുട്ടയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവന് മുട്ടയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ അവന് മുട്ടയൊക്കെ കൊടുത്തിട്ട് അവനിങ്ങനെ കരിയൊക്കെ വരച്ച് കൊടുക്കുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇവനിങ്ങനെ ഇരുന്നൊക്കെ തരും. കൈ വെച്ച് ഇങ്ങനെ തട്ടി മാറ്റുമൊന്നുമില്ല. എനിക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിനുശേഷം കുറച്ചധികം സമയമെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവന് കുറേ സമയമെടുത്ത് ഞാനിങ്ങനെ അവനെ ഉറക്കിയെടുത്തു. അപ്പോൾ അവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് പോയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ എൻ്റെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോഴായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ ഒന്നും ചെയ്യാൻ വിടത്തില്ല. ഫുള്ള് ഞാനിങ്ങനെ അവൻ്റെ കൂടെ തന്നെ നടക്കണം. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവനൊന്ന് ഡീപ്പ് സ്ലീപ്പിലായി കഴിഞ്ഞാൽ ഒരു 2 to 3 hours വരെ അവൻ നല്ലോണം കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷം നേരെ അടുക്കളയിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് അങ്ങ് അടുപ്പിലാക്കിയതിന് ശേഷം കുറച്ച് കൊഞ്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ട് ഞാൻ നേരെ ടെറസിൽ പോയി. അവിടെ ചെന്ന് ഞാൻ വാഷ് ചെയ്യാനിട്ടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വിരിച്ചിട്ടു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കോളും. എന്നിട്ട് റൂമിൽ വന്നപ്പോൾ ഉണ്ട് റൂം ഫുള്ള് മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഈ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അത് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം എല്ലാ സൺഡേസിലും ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എൻ്റെ ഫോട്ടോ ഫ്രെയിംസും എല്ലാം എടുത്ത് തുടച്ച് വെക്കും. ഏകദേശം സൺഡേസൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഫുള്ള് ഒരുവിധം പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ വെക്കും. ഫസ്റ്റിലെ തന്നെ ഞാനൊരു ലോഷൻ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഈ ഒരു ലോഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ടേബിളാണ് ഫസ്റ്റിലെ ക്ലീൻ ചെയ്തത്. ഫുള്ള് ചളിയായിട്ടിരിക്കുകയാണ് ടേബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം തുടച്ച്, അപ്പോൾ ഈ ഒരു ഷെൽസ് ഞാൻ മാൾഡീവ്സിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് തുടച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ ഒരു ലക്സിൻ്റെ ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബോഡി വാഷാണ്. അപ്പോൾ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരെ താഴെ പോയി കുഞ്ഞി ബേബിയുടെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ഒരു ഏത്തക്ക ഷേക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുത്തതിന് ശേഷം ഞാനും പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കൊഞ്ച് ഫ്രൈയും ബീഫും കോവയ്ക്കയും സാമ്പാറും സാലഡും ഒക്കെയാണ്. അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയിരുന്നു TV കാണും. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സ്വഭാവം കുറവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് TV ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചധികം മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഈ ഇടയായിട്ട് ഈ പുള്ളിക്കാരന് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ കയറി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരെ ഇങ്ങനെ റെഡിയാക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് തരും. വാഷിങ് ദേഷ്യം ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു ഷെഫ് നൗഷാദിൻ്റെ കൊല്ലത്തുള്ള റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പം കുഞ്ഞി ബേബിയുടെ ഫുഡ് ഞങ്ങൾ കൊണ്ടുപോകും. അവനങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കൊടുക്കാറില്ല. കുറച്ച് വെള്ളം അങ്ങനെ മാത്രമേ അവിടുന്ന് കൊടുക്കാറുള്ളൂ. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.